ന്യൂ ബീനിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ ബിബിൻ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫോക്ലോറിനെ പറ്റിയാണ്. ഫോക്ലോർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഫോക്ലോർ എന്ന് പറയുമ്പോൾ ആ ഒരു വിഷയം, ആ ഒരു പാഠം, ആ ഒരു പേപ്പർ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും രസകരവും ഒരു ഉല്ലാസയാത്ര പോലെയും തോന്നുന്ന ഒരേ ഒരു പേപ്പറേ ഉള്ളൂ. അതാണ് ഫോക്ലോർ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ പരീക്ഷയുടെ തലേ ദിവസം ഒന്ന് നോക്കിയിട്ട് പിറ്റേ ദിവസം പോയി പരീക്ഷ എഴുതി നല്ല മാർക്കോടെ കൂടി അങ്ങനെ പാസ്സാകാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഫോക്ലോർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫോക്ലോറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ശരിക്കും എന്താണ് ഫോക്ലോർ? നമ്മൾ സംസ്കാരം എന്ന വാക്ക് പൊതുവെ ഉപയോഗിക്കാറുണ്ട്. എല്ലാവരെ പറ്റിയും ആൾക്കാരെ പറ്റി നമ്മൾ പറയുമ്പോൾ സംസ്കാരം, ഇവരുടെ സംസ്കാരം, അപ്പോൾ അവരുടെ സംസ്കാരം അങ്ങനെയാണ്, ഇവരുടെ സംസ്കാരം ഇങ്ങനെയാണ്, എൻ്റെ സംസ്കാരം ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറയാറ്. അപ്പോൾ ഫോക്ലോർ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഒരു ജനതയുടെ വിശ്വാസങ്ങൾ, അവരുടെ ആചാരങ്ങൾ, അവരുടേതായി രൂപപ്പെട്ടു വന്ന വിവിധ തരം, അവരുടെ പ്രത്യേകതരം സവിശേഷമായ ഓരോന്നും ഉൾപ്പെടുന്ന ഒന്നാണ് ഫോക്ലോർ എന്ന് പറയുന്നത്. അതിലവർ ആചരിച്ചു കൊണ്ട് വരുന്ന പ്രത്യേകതരം ആഘോഷങ്ങളാവാം, അവർ ഓരോ വർഷവും അല്ലെങ്കിൽ അവരുടെ പ്രത്യേക തീയതികളിൽ നടത്തി വരുന്ന പ്രത്യേകതരം ഉത്സവങ്ങളാവാം, അവർ ആരാധിച്ചു വരുന്ന ദൈവങ്ങളെ പറ്റിയുള്ള കഥകളാവാം, അവർ പണ്ട് മുതൽ നടത്തി വരുന്ന അനുഷ്ഠാനങ്ങളും അവരുടേതായി രൂപപ്പെട്ടു വന്ന കലകളാവാം, അവരുടെ മതമാവാം, വിശ്വാസമാവാം, അവർ പിന്തുടർന്നു പോരുന്ന രീതികളും ക്രമങ്ങളുമാവാം. അങ്ങനെ ഒരു ജനതയ്ക്ക് അതിൻ്റെ തനതായ ഒരുപാട് സവിശേഷതകളുണ്ട്. അത് മറ്റൊരു ജനതയിൽ നിന്ന്, അതായത് അവരിൽ നിന്നും ഭിന്നമായ മാറി താമസിക്കുന്ന മറ്റൊരു ജനത, മറ്റൊരു സമൂഹത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും രീതികളുമായിരിക്കില്ല മറ്റൊരു സമൂഹത്തിലുണ്ടാവുക. അപ്പോൾ ആ തനിമയെയാണ്, ആ തനതായ അവരുടേത് മാത്രം എന്ന് പറയാവുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഓണം, വിഷു, ഇതൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയാൽ, അതൊക്കെ മറ്റുള്ള വിഭാഗങ്ങൾക്ക് ചിലപ്പോൾ അവയെ പറ്റി അറിവുണ്ടാവണമെന്നില്ല. അപ്പോൾ കേരളത്തിൻ്റേതായ ഒരു തനിമയാണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റേതായ ഒരു ഫോക്ലോറാണ് ഈ വിഷു, ഓണം എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ തിരുവാതിര ആഘോഷത്തെപ്പറ്റി മറ്റൊരു നാട്ടിൽ പോയി, മറ്റൊരു സ്ഥലത്ത് പോയി ചോദിച്ചാൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. പക്ഷേ അവരുടേതായ മറ്റൊരാഘോഷം നമ്മളോട് പറഞ്ഞാൽ നമുക്ക് അവയെ പറ്റിയും അറിവുണ്ടാവണമെന്നില്ല. അങ്ങനെ ഇത്തരത്തിൽ ഒരു സമൂഹത്തെ തനതായും പ്രത്യേകമായും മാറ്റി നിർത്തുന്നത് എന്താണോ അതിനെയെല്ലാം പൊതുവെ ഫോക്ലോർ എന്ന് പറയാറുണ്ട്. ആ നാടിൻ്റേതായ, ആ നാട്ടിൽ രൂപപ്പെട്ടു വന്ന കഥകൾ, ഇപ്പം നമുക്കറിയാം വടക്കൻ പാട്ട്, വടക്കൻ കഥകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള കഥകളൊക്കെ നമ്മുടേതായ ഒരു സംസ്കാരത്തെ വിളിച്ചു ഓതുന്ന, നമ്മുടേതായ പ്രത്യേകതകളെ, നമ്മുടേതായ വിശ്വാസങ്ങളെ, നമ്മുടേതായ ആചാരങ്ങളെ, ഇപ്പോൾ നമ്മുടേത് മാത്രമായിട്ടുള്ള ഒരു തനിമയെ വിളിച്ചു ഓതുന്ന തരത്തിലുള്ള പാട്ടുകളും കഥകളുമുണ്ട്. ചരിത്രത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു ജനതയുടെ ചരിത്രത്തെ വാമൊഴിയായി പകർന്നു കിട്ടിയത്, അവ വിവിധങ്ങളായ കഥകളായും വിവിധങ്ങളായ പാട്ടുകളായും രൂപപ്പെട്ടത്. ഉദാഹരണത്തിന് നാടൻ പാട്ടുകളൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. നാടൻ പാട്ട്, വടക്കൻ പാട്ട്, തെക്കൻ പാട്ട്, ഇവയെല്ലാം ഫോക്ലോറിൻ്റെ ഒരു ഭാഗമാണ്. ഒരു സമൂഹത്തിൽ നിന്നും അവയ്ക്ക് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം ഇതൊന്നും ആരും പഠിപ്പിച്ച് കൊടുത്ത് വളർന്നു വന്നതല്ല. ഇപ്പോൾ നമ്മുടെ ആഘോഷങ്ങളെന്ന് പറയുന്നത് ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് വരികയാണ്. ആഘോഷങ്ങൾ മാത്രമല്ല, പാട്ടുകളായാലും വാസ്തുവിദ്യ ആയാലും പാചകകലയായാലും പാട്ടുകളായാലും എല്ലാം ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് അവർ അത് പിന്തുടർന്ന് വരികയാണ്. അതായത് തങ്ങളുടെ ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ തങ്ങളുടെ വിഭാഗത്തിൻ്റെ, തങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായി അതിനെ ഏറ്റെടുത്തുകൊണ്ട് അവർ അതിനെ വീണ്ടും വളർത്തിക്കൊണ്ടുവരികയാണ്. ഇത് ഒരു വീട്ടിലെ കുട്ടികളോട് മുത്തശ്ശന്മാരും അമ്മമാരും അച്ഛന്മാരുമെല്ലാം അവരുടെ നാടിനെക്കുറിച്ച്, അവരുടെ സംസ്കാരത്തെക്കുറിച്ച്, അവരുടെ ഉത്സവാഘോഷങ്ങളെക്കുറിച്ച്, അവർ നടത്തി വരുന്ന പ്രത്യേകതരം ആചാരങ്ങളെപ്പറ്റി, അവരുടെ ഉത്സവങ്ങളെപ്പറ്റി, ഇവയെപ്പറ്റിയെല്ലാം കുട്ടികളിലേക്ക് അറിവ് പകർന്നു കൊടുക്കുകയാണ്. വാമൊഴിയിലൂടെ ഇങ്ങനെ കാലങ്ങളായി പകർന്നു വന്നിട്ടുള്ള അറിവുകൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള അറിവുകളല്ല. അവ വാമൊഴിയായിട്ട് സംസാരത്തിലൂടെ പകർന്നു കൊടുത്ത് ആണ് ഇത്തരത്തിലുള്ള അറിവുകൾ നമ്മളിലേക്ക് എത്തപ്പെടുന്നത്. ഒരു നിശ്ചിത ക്രമം അതിന് പറയാൻ കഴിയില്ല. കാരണം അത് പല നാളുകളിലൂടെ, പല തലമുറകളിലൂടെ വികസിച്ചു വന്നതായതുകൊണ്ട് തന്നെ
അതിനൊരു നിശ്ചിത ക്രമമൊന്നുമില്ല. അത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഇനി അതിൽ കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാവാം. പണ്ടത്തെ രീതികളിൽ നിന്ന് അവയ്ക്ക് പുതിയ മാറ്റങ്ങൾ ഉണ്ടാവാം. അത്തരത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു നാടിൻ്റെ മൊത്തം, ഒരു ജനതയുടെ മൊത്തം സംസ്കാരത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ പോകുന്ന പദമാണ് ഫോക്ലോർ എന്ന് പറയുന്നത്. ഇവയെ പറ്റിയുള്ള പഠനമാണ് നാടോടി വിജ്ഞാനീയം. ഇത്തരത്തിൽ പഠിക്കുമ്പോൾ ഒരു സമൂഹത്തെപ്പറ്റി സമഗ്രമായി പഠിക്കാനും ആ സമൂഹത്തിൻ്റെ തനതായ സംസ്കാരം എന്താണ്, ആ സമൂഹത്തിൽ രൂപപ്പെട്ടു വന്ന പ്രത്യേകതരം കലകൾ എന്താണ്, ആ സമൂഹത്തിൻ്റേതായ ഉത്സവങ്ങളും അവർക്ക് മാത്രം അറിയാവുന്ന പ്രത്യേകതരം ആഘോഷങ്ങളും എന്തെല്ലാമാണ്, അവർ കൈമുതലായി കൊണ്ടു നടന്ന പ്രത്യേക തരത്തിലുള്ള തൊഴിലുകൾ എന്തെല്ലാമാണ്, അവരുടേതായി രൂപപ്പെട്ട് വന്നിട്ടുള്ള പ്രത്യേകതരം പാട്ടുകളും കഥകളും എന്തെല്ലാമാണ്, ഇവയെ പറ്റിയെല്ലാം സമഗ്രമായി പഠിക്കുകയാണ് ഫോക്ലോർ ചെയ്യുന്നത്. ഇത്രയും എളുപ്പത്തിലുള്ള, ഇത്രയും വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു വിഷയം തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. അത്രമേൽ ലളിതമാണ് ഫോക്ലോർ. പക്ഷേ അത്രമേൽ ലളിതമെങ്കിലും അതിലൊട്ടേറെ വിഭാഗങ്ങളും ഒട്ടേറെ രൂപഭേദങ്ങളും ഒട്ടേറെ ക്രമങ്ങളും ഉണ്ട് എന്നിരിക്കെ തന്നെ ഫോക്ലോർ ലളിതമാണ്. അതാണ് ഫോക്ലോറിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ന്യൂ ബിഗിനിങ് വീണ്ടും വരും. താങ്ക് യു.